പുതിയ യാത്രകൾ പോകട്ടോ. നമ്മൾ കട്ടപ്പന ആനവിലാസ റൂട്ടിൽ നിന്ന് അമ്പലക്കവല വഴി വീണ്ടും നമ്മൾ കയറി പോവുകയാണ്. കറുവാക്കുളം എന്ന് പറയുന്ന സ്ഥലം വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ ഇതുവഴിയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം അമ്പലക്കവല എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല, കാരണം കറുവാക്കുളം വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഞാൻ കയറിപ്പോയത്. അപ്പൊ അത് കാണാത്തവർക്ക് വേണ്ടി ഇതിന്റെ എന്റെ സ്ക്രീനിൽ കാണാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ നമ്മൾ അമ്പലക്കവലയിൽ നിന്ന് നേരെ തിരിഞ്ഞ് മേട്ടുക്കുഴി ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല തേയിലക്കാടുകളും അതുപോലെ ഗ്രാമങ്ങളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കടന്ന് നല്ല കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് നമ്മൾ നേരെ എത്തിച്ചേരുന്നത് മേട്ടുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ശാസ്താനട കൂടി അണക്കരയ്ക്ക് പോകാം. അവിടെയാണ് കറുവാക്കുളം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ പ്രാവശ്യം ഇടത്തേക്കാണ് തിരിഞ്ഞു പോകുന്നത് കേട്ടോ. ഇടത്തേക്ക് നമ്മൾ പോകുന്ന ഈ വഴി എന്ന് പറയുന്നത് ശരിക്കും വണ്ടംമേട് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ശരിക്കും ഏലക്കാടിന്റെ ഉള്ളിൽ കുറച്ച് ലയങ്ങളൊക്കെ കണ്ട് അങ്ങനെയുള്ള ഗ്രാമങ്ങളൊക്കെ കണ്ടു വേണം നമുക്ക് വണ്ടംമേട് എത്തിച്ചേരാൻ വേണ്ടി. ഇതുവഴി ഒരു ബസ് സർവീസ് ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി ഏകദേശം ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഇടത്തേക്ക് ഒരു വഴിയുണ്ട്. അത് പക്ക ഓഫ് റോഡാണ് കേട്ടോ, ഏലക്കാടിന്റെ ഉള്ളിൽ. അപ്പൊ അതുവഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കൂടെ സ്പെഷ്യൽ ആളുണ്ട്. ആളെ നമുക്ക് പോകുന്ന വഴിക്ക് പരിചയപ്പെടാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മഴയൊക്കെ അങ്ങനെ നനഞ്ഞ് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ പോവുകയാണ്. ഇപ്പം നമ്മൾ എത്തി ഈ നിരപ്പേൽ ചെല്ലുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞു പോകേണ്ടത്. ഇനി ഫുള്ള് ഓഫ് റോഡാണ് കൂട്ടുകാരെ. നമ്മളിത് ഈ വരുന്ന വഴിക്ക് ആ ഗ്രാമം കയറി നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഓഫ് റോഡാണ്. ഇതുവഴി നമ്മൾ കയറി പോകണം കേട്ടോ മുമ്പോട്ട്. അപ്പം ചില തത്തിക്കളിച്ച് കയറേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. എന്നാലും ക്യാമറ കൈകാര്യം ചെയ്യണം നമ്മുടെ ദിവുവാണ്, ദിവാശാണ് ക്യാമറ കൈകാര്യം ചെയ്യണം. അപ്പം നമുക്ക് ഇനി ഏലക്കാടിൻ്റെ ഉള്ളിൽ തത്തിക്കളിച്ച് അങ്ങ് പോകണം. ടയറില്ല നമ്മുടെ വണ്ടിക്ക്, അതൊരു വലിയൊരു ടാസ്ക്കാണ്. ദിവു ഞാനങ്ങോട്ട് വിടുവാണ്. വെള്ളവും ചെളിയാണ് മൊത്തം. ഇനി കുറച്ച് വഴിയൊക്കെ കല്ല് പതിപ്പിച്ച വഴിയാണ് കേട്ടോ. നമുക്ക് മാക്സിമം വണ്ടി പോകുന്ന സ്ഥലം വരെ നമുക്ക് വണ്ടി കൊണ്ട് പോകാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നടക്കേണ്ടി വരും. പേടിയുണ്ടോ? പേടിയുണ്ടോ? ഒരു പേടിയില്ല. യെസ്, അങ്ങനെ ഒരു ചെറിയ കയറ്റമൊക്കെ കയറി നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വന്നാലുണ്ടല്ലോ ഒരു അസാധ്യമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ കോടമഞ്ഞാണെങ്കിൽ നമുക്ക് പണി കിട്ടും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അയ്യോ, ഏത് വഴി പോണോടാ? അങ്ങനെ ആ റോഡിൻ്റെ ഏറ്റവും റിസ്ക് ഉള്ള ഭാഗത്തോടെ നമ്മൾ ഇപ്പോൾ പാസ് ചെയ്ത് കടന്നു പോയിട്ടുണ്ട്. ഇനി ഫുള്ള് നമുക്ക് ഓഫ് റോഡാണ് കേട്ടോ. അയ്യോ, അതെ ആദ്യം കടന്നതിനെ കഴിഞ്ഞും അതിൻ്റെ ചേട്ടനെ അഭിപ്രായം എനിക്ക് തോന്നുമല്ലോ ദിഗു. ഇതെന്നാന്നറിയോ, ഇവിടെ ഈ ഏലത്തോട്ടത്തിലേക്ക് വണ്ടി ഓടിയിട്ടേ റോഡൊക്കെ ഇങ്ങനെ മോശമായി പോണേ കേട്ടോ. നമ്മൾ കടന്നു പോകുന്ന വഴിയെല്ലാം ഏലത്തോട്ടമാണ്. നമുക്ക് കറക്റ്റ് ഈ ജീപ്പിൻ്റെ വീൽ പ്ലേസ് നോക്കി കടന്നു പോകണം, എന്നാൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ. യെസ്, എന്താണെങ്കിലും നമ്മൾ മാക്സിമം വണ്ടി എത്താവുന്ന അത്ര നമ്മൾ ഇന്ന് കവർ ചെയ്യും. അത് 100% ഉറപ്പാണ്. കുറേ നാളായിരുന്നു ഓഫ് റോഡ് പോയിട്ട്. അത് നല്ല കട്ടപ്പന മേട്ടുക്കുഴിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അടിപൊളിയല്ലേ. ഇപ്പോൾ ഏട്ടൊക്കെ പറന്നു വരുമായിരിക്കും, ജീപ്പൊക്കെ മതി. അങ്ങനെ ഫൈനലി നമ്മൾ വലിയൊരു മലയുടെ ടോപ്പിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ നമ്മുടെ ചുറ്റും കാണുന്ന ഈ മരങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം ഫുള്ള് ഏലക്കാടാണ്. ഏലക്കാട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഏലക്കാടാണേ. ദിവസനെ എന്തോ ഇത് പോട്ടെ. അപ്പോൾ കണ്ടില്ലേ വഴിയൊക്കെ എങ്ങനെയാന്ന്. നമ്മൾ ഏതാണ്ട് കട്ടപ്പനയിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ നമുക്ക് മേട്ടുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മളിപ്പോൾ ഈ ഓഫ് റോഡൊക്കെ കയറി കൊണ്ട് വന്നത് കേട്ടോ. എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല കേട്ടോ, ഇന്ന് നമ്മുടെ ചങ്ങാതി ഉണ്ട്, ദിവു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും അല്ലേ. ഞങ്ങൾ ഒരു 3-4 വീഡിയോ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിവു കട്ടപ്പനക്കാരനാണ്, ഒരു സൗണ്ട് എഞ്ചിനീയറാണ്. ബാക്കി പറയണ, ഞാൻ എന്നാ പറയണേ. ഇന്ന് ഇവൻ്റോടെ
അല്പസമയം ചിലവഴിക്കാൻ പറ്റി. ഇവിടെ നമ്മൾ കട്ടപ്പനയ്ക്ക് അടുത്ത് മേട്ടുക്കുഴി എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് അടിപൊളിയാണ്. ടൗണ് ഫുള്ളും പിന്നെ നമ്മളെ പുളിയമല, ആ വണ്ടംമേട് എല്ലാം കാണാം. ഈ ശാസ്താനാള കുമളി ഈ ഏരിയ ഫുള്ള് നമുക്ക് ഇങ്ങനെ ഒറ്റ മല നിന്നുകൊണ്ട് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതുപോലെ ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. കേരളത്തോളത്തിൽ പോയിട്ട് വന്ന വണ്ടിയാണ് കേട്ടോ. മുമ്പോട്ടുള്ള വഴി നമ്മൾ കുറച്ച് ദൂരം ഇറങ്ങിപ്പോയിട്ട് നമ്മൾ കളിച്ചു. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ എന്താണെങ്കിലും ഈ കാണുന്ന വഴിയല്ല, ഇത് ലയത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് എവിടം വരെ പോയതായിരുന്നു കൂട്ടുകാരെ. കോൺഫിഡൻസ് ഒന്നും പറയണ്ട, പക്ഷെ പക്കാ ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരൊന്നൊന്നര ചെടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വരെ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി മൊത്തത്തിൽ പണി കിട്ടുമല്ലോ. ഞാൻ ഇവിടെ ഇട്ട് തിരിച്ചു അങ്ങോട്ട് കേട്ടോ. എൻ്റെ കാലൊക്കെ കണ്ടോ നിങ്ങൾ നോക്കിയേ, ഫുള്ള് ചെളിയായേ. ഇതൊക്കെ ഞാൻ കളിച്ച കളിയാണ്. ഇനി ഇതിലൂടെ വീഴാതെ സൂക്ഷിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് നടക്കണം. തന്നെ വീടരുതേ. ഏറ്റവും നല്ലത് ചാല അല്ലേ, ഷൂവും എല്ലാം ഇതുണ്ടോ. എൻ്റെ പൊന്നു മച്ചാന്മാരെ, നല്ല ഷൂവും നല്ല പാൻ്റൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവസ്ഥ ഇതാണ്. ദീപു രക്ഷപ്പെട്ടു കേട്ടോ, മുകുലേക്കടെ കയറി. വണ്ടി ഇറക്കാതെ നന്നായില്ല ദീപു. അതെ, ടയറിന് കട്ടയില്ല, അതാണ് വിഷയം. മുട്ടയാണ്, പക്ക മുട്ടയാണ്. ഷോ എൻ്റെ പൊന്നളിയ, വന്ന രസം പോയി. സാരമില്ല, ഇത് മൊത്തം ഓഫ് റോഡ് കയറിയാണ് ഈ വഴി. ഇങ്ങനെയാണ് ജീപ്പ് ഓഫ് റോഡ് ജീപ്പ് കയറി വരും. ജീപ്പ് സവാരി അല്ലേ എന്നാലും നിർത്തലാക്കി. കഷ്ടമുണ്ട് കേട്ടോ. നമ്മുടെ കളക്ടർ ജീപ്പ് സവാരി നിർത്തിയാക്കി. എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമൊക്കെ സംഭവിക്കുമ്പോൾ ഇതൊക്കെ നിർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ജീപ്പ് സവാരി കൊണ്ടൊക്കെ ജീവിക്കുന്ന എന്തോരം ആളുകളുണ്ടെന്നറിയോ. അതിലൂടെ ടൂറിസം വളരുകയുള്ളൂ. കാരണം ഒരു വണ്ടിയെ വന്നാൽ കുറച്ച് കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ജീപ്പ് സവാരി കയറിയാൽ 8-10 ഡെസ്റ്റിനേഷനിൽ അവർ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് തിരികെ പോരും കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് ഒന്ന് പറയുവാണെങ്കിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തിക്കോ. അപ്പം ഞങ്ങളിങ്ങനെ കാടും മേടൊക്കെ താണ്ടി ഞങ്ങൾ മേട്ടുക്കുഴി വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഇവിടെ ഏതാണ്ട് പൂച്ചെടിയോ പട്ടിയുടെയോ സിംഹത്തിൻ്റെയൊക്കെ കാൽപാദം ഉണ്ട് കേട്ടോ. പേടിപ്പിക്കാതാ. നമ്മുടെ വണ്ടി അവിടെ വെച്ചതാ, നന്നായില്ലേ? ഇല്ലെങ്കിൽ നമ്മൾ മോഷ്ടിച്ചാനേ. ഇതാ വഴി കേട്ടോ, ഞാനിപ്പോൾ കാണിച്ചതേ. ഇങ്ങനെയുള്ള വഴിക്കടിയാണ് നമ്മളിഞ്ഞ് പോണേ. അവിടെ കാല് എവിടെയെങ്കിലുമൊക്കെ വെക്കാനുള്ള ചെറിയ ഗ്യാപ്പൊക്കെ കിട്ടും. അവിടെയൊക്കെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. മഡേ എടാ, കാല് താന്നു പോകും. ഞാൻ ഈ ചാലിക്കട തന്നെ വെച്ച് പോണേ. ഫുള്ള് ഏലക്കാടാണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏലക്കാട്ടിലേക്ക് ജോലിക്ക് വന്നേക്കണ ആളുകളായിരിക്കും, അല്ലെങ്കിൽ താഴത്തെ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി വന്നേക്കണയാണോ എന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ആ വണ്ടിയുടെ അവസ്ഥ. ഞങ്ങൾ മുമ്പ് ഒരു കാൽപ്പാട് നിങ്ങളെ കാണിച്ചില്ലേ, ആശാന്ത് അവിടെ നിൽക്കുന്നുണ്ട്. പട്ടിയായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് വല്ല മൃഗമായിരുന്നു എന്ന്. പട്ടിയും മൃഗമാണല്ലോ അല്ലേ? കഴിച്ച കപ്പ ബിരിയാണി ദഹിച്ചു. പരിഹാരമുണ്ടാക്കാം. നമ്മളീ കാണുന്ന ചെറിയ കുഞ്ഞു വീടുകളില്ലേ, അതൊക്കെ ലയങ്ങളാണ്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ചെറിയ താമസ സൗകര്യമാണ്. അതെ, അന്യസംസ്ഥാന തൊഴിലുകൾ. ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. അതിഥികൾ അവരുടെ ലയമാണ് കേട്ടോ. ഏതാത് വള്ളക്കടവ് അല്ലേ? വാനവിലാസം വള്ളക്കടവ് പോകുന്ന വഴിയാണ് ആ വഴി കേട്ടോ. അവിടെ താഴെ മനോഹരമായ പുതിയൊരു പള്ളി, ഈ അടുത്ത നാളാണ് അതിൻ്റെ വള്ളക്കടവ് പള്ളി. നമ്മൾ ബൈക്ക് അവിടെ വെച്ചത് 100% കറക്റ്റ് തീരുമാനമായിരുന്നു. ഇല്ലെങ്കിൽ പെട്ടാനെന്നല്ല, വില ടിപ്പറും വിളിച്ച് ബൈക്ക് അതിൻ്റെ മേളിൽ കയറ്റിക്കൊണ്ട്
നമ്മൾ ടിപ്പറിൻ്റെ പൊക്കത്തിരുന്ന് പോകേണ്ട ഗതികേട് വന്നേനെ. ടിപ്പറിന് 2000 രൂപ വാടക വേറെ. 2000 പോരും ഇപ്പോൾ. നമ്മൾ വഴി മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈക്ക് അവിടെ വെച്ചു കേട്ടോ. പക്ഷേ ഇതുകൊണ്ടോ ഈ കാക്കട പാട് കേട്ടോ, റൈസിങ് നടത്തിയതാണ് ഇവിടെ വന്നിട്ട് ആശാന്മാരെ. എൻ്റെ പിന്നെ സമ്മതിക്കണം കേട്ടോ. പക്ഷേ നമ്മുടെ വണ്ടിക്ക് ടയർ ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് വണ്ടി അവിടെ വെച്ചത്. ഇനി ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ മരമൊക്കെ ഒടിഞ്ഞ് കിടക്കണതിൻ്റെ ഉള്ളിൽ നമുക്ക് പോകേണ്ടത്. ഇവിടം വരെയാണ് വണ്ടി വരുള്ളൂ കേട്ടോ. വണ്ടി ഏത് വണ്ടി കൊണ്ട് വന്നാലും ഇവിടം വരെയുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോടെ ഇറങ്ങി പോകണം. ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഇതിലൂടെ ബൈക്ക് ഇറക്കുമായിരുന്നു അല്ലേ ദിവസം? ഇപ്പോഴും ഇറക്കുമോ? ആഹാ, ഒരപാര സ്ഥലം കേട്ടോ. ഞാനങ്ങനെ അതെ ഇവിടേക്ക് ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെ കാഴ്ചയിൽ കാണിക്കാവേ, കുറച്ചുകൂടെ കൊണ്ട് ചെല്ലട്ടെ. ബൈക്കൊക്കെ ഇവിടെ എന്താണെങ്കിലും ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ എന്താണെങ്കിലും ഒരു ദിവസം ഓഫ് റോഡ് എടുത്തിട്ട് ഈ മലമുകളിൽ നമ്മുടെ ബൈക്കും കൊണ്ടുവരും. തേക്കടി കുമ്പളി പോകുന്നത് അല്ലേ? ഇതിന്റെ നേരെ അടിവാരത്തോടെ കട്ടപ്പന ടൗണ് വ്യാപിച്ച് കിടക്കുന്നു. പിന്നെ ദാണ്ട ഇടുക്കി ഡാം വെള്ളം, പിന്നെ അത് കുമളി ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ്. പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡാഷൻ അങ്ങാറ്റത്ത് കണ്ടോ, അതൊന്ന് മൂന്നാർ കൊളുക്കുമല മേഖല. നല്ല പ്രകാശം ഉണ്ട്, നമുക്ക് ഇറക്കായിട്ട് കാണാം. അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഒരു മൂന്നാർ പോലെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഇടുക്കി ഡാം, കാൽപറി മൗണ്ട്, അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് മറ്റേ ഏലപ്പാറയുടെ ആ മല, അങ്ങനെ വന്നിട്ട് കുമളി, ആനവിലാസം, അങ്ങനെ ഈ ഒരു സൈഡ് കണ്ടോ നിങ്ങൾ? എന്തൊരു രസം നോക്കിയേ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ. സത്യത്തിൽ ഇവിടെ വരാതിരുന്നായിരുന്നെങ്കിൽ നഷ്ടമായി പോയത് കേട്ടോ. അപ്പോൾ ഇതിനെ കഴിഞ്ഞ ഡേഞ്ചറാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം. ഇതുണ്ടോ, ഇതിലൂടെയൊക്കെ ബൈക്കും കൊണ്ട് ആളുകൾ തന്നെയാണ്. ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അവിടെ ഒരു പാറയുണ്ടേ. വാവ്, താഴത്തെ ആ ലെവൽ കണ്ടോ? താഴെയുള്ള നമ്മുടെ ആനവിലാസം കുമിളി റൂട്ടാണ് താഴെ കാണുന്നത്. അങ്ങേറ്റത്ത് നമുക്ക് വള്ളക്കടവ് പള്ളി, ഈ അടുത്ത നാളെ ഏറ്റവും അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന വള്ളക്കടവ് പള്ളി കാണാം. അവിടെ ഇടുക്കിയിലെ ഏറ്റവും വലിയ വീട് ആ കാണുന്നത് കേട്ടോ, അത് കാണാൻ പറ്റും. ഈ ഒരു സൈഡ് നമുക്ക് കട്ടപ്പനയുടെ മറു സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഈ പാറപ്പുറമൊക്കെ നിൽക്കണുണ്ടോ? ഓ എൻ്റെ പൊന്നെ, ഏറ്റവും ഡേഞ്ചർ ഈ പാറയുടെ തുമ്പത്താണോ. ഒന്നും പറയണ കേൾക്കുന്നില്ല, നല്ല കാറ്റാണ്. അതായത് ബൈക്കുകാരൊക്കെ കൊണ്ടുവന്ന് ഈ പാറയുടെ പൊക്കത്ത് കയറ്റിയിട്ടാണ് വൈറൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അയ്യോ, എന്നെ തട്ടിക്കൊണ്ട് പോകുന്നു. നമുക്ക് എന്നാലും ഇവിടെ ഒന്ന് കയറാം. എൻ്റെ പൊന്നു കൂട്ടുകാരെ, കാറ്റ് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ്. ഇനി നമ്മൾ പോകുന്ന സ്ഥലം കണ്ടോ, ആ കല്ലൊക്കെ ഏറ്റവും മലയുടെ മുകളിൽ ഇങ്ങനെ കുത്തിച്ചാരി നിൽക്കുന്ന കാഴ്ച അല്ലേ, വേറൊരു ഫ്രെയിം തന്നെ അല്ലേ. എന്താണെങ്കിലും ആ പുല്ലിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ ആളുകൾ നടക്കുന്ന വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വഴി കൂടെ ഞാനും അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ലക്ഷ്യം ആ പാറയുടെ പുറത്ത് കയറുക, കാറ്റ് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഈ പാറയിലാണ് ഞാൻ കയറി നിന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴേക്കെല്ലാം കൂടിയാണ്, പക്ഷെ അവിടെയൊക്കെ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു പാറ കാണാൻ പറ്റുന്നു കേട്ടോ. ഈ പാറയുടെ ഒരു വലുപ്പം തന്നെ നോക്കി, എത്ര പാറ. ആ പാറയുടെ മറുവിക്കടെയൊക്കെ ഇങ്ങനെ വഴിയുണ്ട്, ഇതിലൂടെ എല്ലാം വഴിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചുറ്റിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കയറി പോകാൻ പറ്റും. എൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു, ദീപു. എവിടെയാണോ ഒരു പിടിപാടുമില്ല കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റണില്ല. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. വെള്ളം പോയി. ഇപ്പോൾ 4-5 വട്ടം വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടോ വന്നെ കേട്ടോ.
പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടപ്പൊക്കെ അടിപൊളിയാണ്. പക്ഷേ ചെളിക്കകത്തോടുള്ള പോക്ക് നമുക്ക് കൊളസ്ട്രോൾ പറയും, അത് വേറെ സത്യം. കാല് നിലത്തുറക്കില്ല. എന്താണെങ്കിലും അടിപൊളി സൂപ്പർ കാഴ്ചകളായിരുന്നു. ഞങ്ങളങ്ങനെ നടന്ന് നമ്മുടെ വണ്ടിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും ദീപു മച്ചാനും കൂടി എന്തെങ്കിലും പറയാനുണ്ടോ? അടിപൊളിയാണ്, കൊളസ്ട്രോൾ പറയും. ഞാനും ദീപു മച്ചാനും കൂടി ഈ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുകൂട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.